Hi children, what we can see here, the tree of life. It is formed by the result of biological evolution. What is biological evolution? Changing in organisms with the passage of time from single cell, simple life forms to the all vivid complexity of life forms. Simple, single cell. They modified to morphologically, physiologically, modifications are occurred, and the whole diversity is resulted. And we have proved this biological evolution with the help of some evidences collected from different branches of biology. Is it? But again, a question: how this evolution is happened? What is the mechanism involved in the process of formation of this rich biodiversity? That is by some mechanisms of evolution known as theories of evolution. Theories of evolution. Which are the theories? Use and disuse theory, natural selection, mutation, population genetics, and synthetic theory of evolution. അങ്ങനെ പല തിയറീസ് ഈ ബയോഡൈവേഴ്സിറ്റി എങ്ങനെയാണ് വന്നത് എന്നുള്ളതിന് ഓരോരോ സയൻറ്റിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓരോന്നായി നോക്കാം. ഫസ്റ്റ് വൺ ഈസ് യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി പുട്ട് ഫോർവേഡ് ബൈ ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. ആ തിയറിയുടെ വേറൊരു പേര് ഇൻഹെറിറ്റൻസ് ഓഫ് എക്വയേർഡ് ക്യാരക്ടർ. യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി, ലാമാർക്കിസം, ഇൻഹെറിറ്റൻസ് ഓഫ് എക്വയേർഡ് ക്യാരക്ടർ. ദെൻ നാച്ചുറൽ സെലക്ഷൻ, പേര് പറയുമ്പോൾ തന്നെ ഉണ്ട് അല്ലേ, നേച്ചർ സെലക്ട് എന്ന്. ആരെയാണ് സെലക്ട് ചെയ്യുന്നത്? ഫിറ്റസ്റ്റ് വൺസ് ആർ സർവൈവ്ഡ് ആൻഡ് സെലക്ടഡ്. ഗ്രാജുവൽ ചേഞ്ചസ് ദാറ്റ് occurs towards a direction. Put forward by Charles Darwin and in his famous book on the origin of species. Then mutation theory, put forward by Hugo de Vries. And here many unexpected chance events are occurred without any direction that leads into evolution. Then the next one, Hardy and Weinberg put forward that population genetics theory. According to that, any change in genetic equilibrium, any disturbance in the genetic equilibrium lead to evolution. And the last theory, synthetic theory of evolution. This is the modern theory, which is a combined theory of natural selection and genetics. ഒന്നുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Who is this? Lamarck. Lamarck, ബെസ്റ്റ് നോൺ ഏർലി ഫ്രഞ്ച് ബയോളജിസ്റ്റ് ആണ് കേട്ടോ ലാമാർക്ക്. കണ്ടില്ലേ ആ ഒരു കാലഘട്ടമൊക്കെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലം അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ലാമാർക്കാണ് സ്പെഷ്യൽ ക്രിയേഷൻ തിയറീനെ വിട്ടിട്ട് ഒരു വേറൊരു അപ്രോച്ച്, എവല്യൂഷൻ നടക്കാനുള്ള ഒരു അപ്രോച്ച് ഡെവലപ്പ് ചെയ്തത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ സിമ്പിൾ ടു കോംപ്ലക്സ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലീനിയർ പാറ്റേണിലാണ് പെർഫെക്ഷനിലേക്ക്, സിമ്പിളിൽ നിന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം കണ്ടിന്യൂസ്ലി ഡെവലപ്ഡ് എന്നാണ് ലാമാർക്ക് പറഞ്ഞത്. കൂടുതൽ നോക്കാം. ദാറ്റ് ഈസ് തിയറി, അദ്ദേഹത്തിൻ്റെ തിയറി ലാമാർക്കിസം എന്ന ഐഡിയലിസത്തിന് പറയും. ആൻഡ് ദ തിയറി ഈസ് യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി. ഇവിടെ എന്താണ്? എവല്യൂഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു ഇൻഹെറിറ്റൻസ് ഓഫ് എക്വയേർഡ് ക്യാരക്ടർ ഫ്രം എ കോമൺ ആൻസിസ്റ്റർ. ലാമാർക്ക് എന്ന് പറയുമ്പോഴേ നമ്മൾ ഇയാളോ ഓർക്കും അല്ലേ, ജിറാഫിനെ. അപ്പോൾ അവരുടെ ജിറാഫിൻ്റെ കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് ഒരു എക്വയേർഡ് ക്യാരക്ടർ അടുത്തടുത്ത ജനറേഷനിലേക്ക് കൊടുത്തു. അതാണ് അവരോട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ എന്താണ് ആൻസിസ്റ്റർ ജിറാഫ്, അവര് ഗ്രൗണ്ട് വെജിറ്റേഷനൊക്കെ കുറവായപ്പോൾ ആകെ വെജിറ്റേഷൻ കാണുന്നത് ഇങ്ങനെ ട്രീ ടോപ്സിലാണ്. അപ്പോൾ ദേ എക്സ്റ്റെൻഡ് ദെയർ നെക്ക് ആസ് വെൽ ആസ് ദ ഫോർലിംബ്, സ്ട്രെച്ച് ഇറ്റ്, ആൻഡ് കണ്ടിന്യൂസ് സ്ട്രെച്ചിങ് ലീഡ് ഇൻ ടു ദ
modification of the forelimb as well as the neck, and the neck get lengthened, and that is become a acquired character. That acquired character is transmitted to next generation, succeeding generations, and finally a new species is originated. അതാണ് ലാമാർക്ക് പറഞ്ഞത്. അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് ഓർത്തിരിക്കണം കേട്ടോ. ന്യൂ നീഡ്, ഓക്കെ, ഒരു പുതിയ ആവശ്യം എൻവയോൺമെന്റിൽ ഉണ്ടായപ്പം എന്താണ് ആവശ്യം ഉണ്ടായത്? ഗ്രൗണ്ട് വെജിറ്റേഷൻ ഇല്ലാണ്ടായി. അപ്പോൾ അവർ നെക്ക് സ്ട്രെച്ച് ചെയ്തു ടോപ്പ് ലീവ്സ് കിട്ടാനായിട്ട്. അങ്ങനെ ആ ലെങ്തൻഡ് നെക്ക് എന്ന എക്വയർഡ് ക്യാരക്ടർ ഈസ് ട്രാൻസ്മിറ്റഡ് ടു ഇൻ ടു ദ സക്സീഡിങ് ജനറേഷൻസ് ആൻഡ് ഫൈനലി ഇൻ എ ന്യൂ സ്പീഷീസ് ഈസ് ഒറിജിനേറ്റഡ്. അതാണ് ലാമാർക്കിന്റെ തിയറി. ഓക്കെ, അപ്പൊ ആദ്യം ചെറിയ കഴുത്താണ്, പിന്നീടാണ് ഇതിങ്ങനെ ഉണ്ടായത് എന്നാണ് ലാമാർക്ക് പറഞ്ഞത്. അങ്ങനെ ഉപയോഗിച്ച് അത് വലുതായി. കണ്ടിന്യൂസ് യൂസ് ദാറ്റ് ലെങ്തൻ ദ നെക്ക്. അപ്പൊ ഉപയോഗിക്കാതെ ഇരുന്നാലോ അത് ഇല്ലാതെയും ആവും, വെസ്റ്റീജിയൽ ഓർഗനായി മാറും എന്നാണ് ലാമാർക്ക് പറഞ്ഞത്. അങ്ങനെ വന്നപ്പോഴാണ് നെക്സ്റ്റ് സയന്റിസ്റ്റ് വന്നത്. കണ്ടോ കാലഘട്ടം. അപ്പോ ചാൾസ് ഡാർവിൻ ഒരു നമ്മൾ പറയാ ഫാദർ ഓഫ് എവല്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അദ്ദേഹത്തിന്റെ കാലഘട്ടം തൊട്ടിട്ടാണ് ഒരു പുതിയ കാഴ്ചപ്പാട്, ഇപ്പോഴും ആ ഒരു തിയറീസ് ആണ് ഉപയോഗത്തിൽ ഇരിക്കുന്നത്. Then you can see ചാൾസ് ഡാർവിൻ നടത്തിയ ഒരു വലിയ യാത്രയുണ്ട്. ഈ ഒരു കപ്പലില് ബീഗിൾ, HMS ബീഗിൾ എന്ന കപ്പലില് പല പ്രാവശ്യങ്ങളിലായിട്ട്. അതിൽ ആദ്യത്തെ പ്രാവശ്യം പോയി അദ്ദേഹം കുറേ ഡിസ്കവറീസ്, സൗത്ത് അമേരിക്ക, ഗാലപ്പാഗോസ് അവിടെയൊക്കെ പോയി അവിടെ നിന്ന് കിട്ടിയ ഒബ്സർവേഷൻ വെച്ച് അദ്ദേഹം ഉണ്ടാക്കിയ അസംഷൻസ് അതെന്തായിരുന്നു? ഗ്രൗണ്ട് ബ്രേക്കിംഗ് തിയറീസ് ഓൺ എവല്യൂഷൻ ആയിരുന്നു. ആ തിയറിയാണ് എന്ത്? നാച്ചുറൽ സെലക്ഷൻ എന്ന തിയറി. ഓക്കെ, ദ ഗ്രേറ്റ് വോയേജ് ഓഫ് ദ ബീഗിൾ ബൈ ചാൾസ് ഡാർവിൻ. അത് ഓർക്കണം കേട്ടോ. കപ്പലിന്റെ പേരും അദ്ദേഹത്തിന്റെ തിയറിയുടെ പേര് നാച്ചുറൽ സെലക്ഷൻ. അപ്പൊ എന്താണ് ചാൾസ് ഡാർവിൻ പറഞ്ഞത് നോക്കാം. In 1859, his book is published, that is on origin of species, and according to that, evolution, according to Darwin, evolution is descent with modification. ഈ ഒരു ടേമാണ് ഡാർവിൻ എവല്യൂഷന് പറയാനായിട്ട് ഉപയോഗിക്കുന്നത്. ഡിസെൻഡ് വിത്ത് മോഡിഫിക്കേഷൻ. ആരൊക്കെയാണോ ബെറ്റർ വേരിയന്റ് ഫോംസ് അവർ സർവൈവ് ചെയ്ത് സെലക്ട് ചെയ്ത് അങ്ങനെ ഡിസെൻഡ് ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ നാച്ചുറൽ സെലക്ഷന് രണ്ട് കീ കോൺസെപ്റ്റ്സ് ഉണ്ട് എന്ന് പറയും. ദാറ്റ് ഈസ് ബ്രാഞ്ചിങ് ഡിസെൻഡ്. കണ്ടില്ലേ, ഇങ്ങനെ ബ്രാഞ്ച് ആയിട്ട് തിരിയും. എന്ത് ബ്രാഞ്ചാണ്? ഫേവറബിൾ, അൺഫേവറബിൾ, വേരിയേഷൻ എന്ന് പറയുന്ന ബ്രാഞ്ചസ് ആയിട്ട് തിരിയും. അതിനാണ് ബ്രാഞ്ചിങ് ഡിസെൻഡ് എന്ന് പറയുന്നത്. ദെൻ നാച്ചുറൽ സെലക്ഷൻ, ആ ഫേവറബിൾ വേരിയന്റ് ഫോം ആർക്കാണുള്ളത് അവരെ ഫിറ്റസ്റ്റ് വൺ ആയിട്ട് അവർ സർവൈവ് ചെയ്യും. അവരെ നേച്ചർ സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂസ് ജനറേഷൻസിൽ അതേ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പുതിയ സ്പീഷീസ് ഉണ്ടാവും. അതാണ് ഡാർവിൻ്റെ ഒരു പ്രപ്പോസൽ. ഓക്കെ, അപ്പോൾ ബെറ്റർ അഡാപ്റ്റഡ് വൺസ് ബെറ്റർ സർവൈവ്ഡ് ആൻഡ് ബെറ്റർ സെലക്റ്റഡ് ബൈ നേച്ചർ. അദ്ദേഹത്തിന് ഈ തിയറിക്ക് വേണ്ട ഒരു കാഴ്ചപ്പാട് കൊടുത്തത് ആരാണ്? മാൾത്തസ്, ഒരു എക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹം പോപ്പുലേഷൻ എന്നൊരു ബുക്ക് ഉണ്ടായിരുന്നു. ആ ബുക്ക് 1838 ഡാർവിൻ അതൊന്ന് കടന്നു പോകാനിടയായപ്പോൾ അതിൽ പറഞ്ഞേക്കണ എന്താണ്? ഈ പോപ്പുലേഷൻ എന്ന ബുക്കിൽ മാൾത്തസ് എന്താ പറഞ്ഞത്? ഇൻ നേച്ചർ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് മോർ ഓഫ്സ്പ്രിങ്സ് ദാൻ ക്യാൻ സർവൈവ്. അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ആനിമൽസ്, പ്ലാന്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ലോകത്ത്. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവുക? അതൊരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആണ്. മെറ്റീരിയൽസ് ഒക്കെ കിട്ടുമ്പോൾ അവരങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് കണ്ടിന്യൂസ് ഷാർപ്പ് ഷൂട്ടായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. പക്ഷെ അങ്ങനെ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ട നെസസിറ്റീസ് അവിടെ ഇല്ലാണ്ടാവും അല്ലെ? അങ്ങനെ വരുമ്പോൾ അവരുടെ ഇടയിൽ എന്ത് നടക്കും? ഒരു സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് നടക്കും.
അപ്പോൾ ഡാർവിന് ഇഷ്ടപ്പെട്ടത് ഈ ഒരു വേർഡാണ്, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. അതായത് ഓവർ പ്രൊഡക്ഷൻ നടന്നു മാൾത്തസ് പറഞ്ഞ പോലെ. ഏതൊരു ഇൻഡിവിജ്വലും ബൾക്ക് ക്വാണ്ടിറ്റി ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കറിയാം ഒരു പുടിമരത്തിന്റെ ചോട്ടിൽ ധാരാളം പ്ലാന്റ് ഉണ്ടാവും അല്ലേ, പക്ഷെ അത് മുഴുക്കെ ഒരു വലിയ ട്രീ ആയിട്ട് മാറും ഇല്ല. അതെന്താണ്, അതിന്റെ ഇടയിൽ അവിടെ എന്ത് നടക്കും, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, കോമ്പറ്റീഷൻ നടക്കും. അപ്പൊ എന്നിട്ട് ആരാണ് സർവൈവ് ചെയ്യുക? വിച്ച് വൺ ഹാവിംഗ് ദ ഫേവറബിൾ വേരിയേഷൻ, അഡാപ്റ്റബിൾ ഹെറിഡിറ്റി പ്രസന്റ്, ദേ ഓൺലി സർവൈവ്ഡ് and they are treated as the fittest one and they are selected by nature, and if it is happened in the successive generation a new species is evolved. അപ്പൊ അൺഫേവറബിൾ വേരിയന്റ് ഫോംസ് എന്ത് ചെയ്യും, അവര് എക്സ്റ്റിങ്ക്റ്റ് ആയി പോകും. അതുകൊണ്ടാണ് പ്രകൃതിയിൽ ചിലതൊന്നും പണ്ടത്തത് ഇല്ലാത്തത് എന്ന് ഡാർവിൻ പറഞ്ഞു. നമ്മുടെ ലാമാർക്ക് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞില്ല, ഡിസ്യൂസ് ചെയ്ത് അത് അങ്ങനെ നമ്മൾ വെസ്റ്റീജിയൽ ആയിട്ട് സൂക്ഷിച്ചു വെക്കുമെന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ ഇത് എക്സ്റ്റിങ്ക്റ്റ് ആയി പോണ കാര്യം കൂടി ഇവിടെ സൂചിപ്പിച്ചു ഡാർവിൻ. പക്ഷേ ഡാർവിനും ഒരു പ്രശ്നം വന്നത് എന്താ വെച്ചാൽ, ഈ കനോട്ട് എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ദ കോസ് ഓഫ് വേരിയേഷൻ. അപ്പൊ നമ്മൾ ഈ ഫ്ലോ ചാർട്ട് നന്നായി പഠിച്ചിരിക്കണം കേട്ടോ. ഇത് നോക്കൂ, നമ്മുടെ ലാമാർക്ക് പറഞ്ഞ അതേ ജിറാഫിനെ വെച്ചിട്ട് ഈ എങ്ങനെയാണ് ഡാർവിൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേന്ന് നോക്കിയാലോ. നമുക്കറിയാം നമ്മളുടെ കാലഘട്ടത്തിൽ തന്നെ ഒരു ഓഡ് വൺ ഔട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലെ. അവരെ കാണുമ്പോൾ നമുക്ക് ഒരു ഡേർട്ടി തിങ്ങിനെ കാണുന്ന പോലെ അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള പല കണ്ടീഷൻസ് കാണാറില്ലേ. ചിലപ്പോൾ നമുക്ക് കൈയില്ലാത്തവര് അങ്ങനെയൊക്കെ കാണാം അല്ലേ. അതൊക്കെ ഒരു വേരിയന്റ് ഫോംസ് ആണ്. അപ്പം അവർക്ക് ഈ കാലഘട്ടത്തിൽ അത്ര വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിണ്ടാവില്ല ചെയ്യാനായിട്ട്. ഇതിങ്ങനെ ഒരു പ്രീ അഡ്വാൻറ്റേജിയസ് മ്യൂട്ടന്റ് ഫോം ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടെ എന്ത് വന്നത്, ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻസ് വന്നത്, ഒരു സെലക്റ്റീവ് പ്രഷർ വന്നത്. ആ സെലക്റ്റീവ് പ്രഷറിൽ ആരാണ് സർവൈവ് ചെയ്യുക? ഈ ആളാണ് സർവൈവ് ചെയ്യുക. ഇയാളാകെ വിഷമിച്ചുകൂടി ഇരിക്കേണ്ടി വരും അല്ലെ. അപ്പൊ ഇയാളെ സർവൈവ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു പോപ്പുലേഷനിൽ, ഒരു മിക്സ്ഡ് പോപ്പുലേഷനിൽ ആർക്കാണോ അഡാപ്റ്റബിൾ ഹെറിഡിറ്റി വേരിയന്റ് അലിയിലുള്ളത്, ആ ആള് ഒരു സെലക്റ്റീവ് ഫോഴ്സ് വരുമ്പോൾ ആ ആള് സർവൈവ് ചെയ്യും. അതാണ് നാച്ചുറൽ സെലക്ഷനിൽ. എന്നിട്ട് അവർക്ക് ആവശ്യത്തിനുള്ള പ്രൊഡക്ട്സ് ഉണ്ടാവുമ്പോൾ അവര് പുതിയ സ്പീഷീസ് ആയി മാറും. ഓക്കെ, അപ്പൊ ജിറാഫിന്റെ കാര്യത്തിലും ഇതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാലോ, നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടല്ല. ദെൻ നാച്ചുറൽ സെലക്ഷൻ ആണല്ലോ ഈ പറയുന്നത്. അത് നമ്മളുടെ ഇന്നത്തെ കറന്റ് എവല്യൂഷനിൽ നമുക്ക് അതിനുള്ള എക്സാമ്പിൾസ് കാണാം. ഇതെന്താണ്, ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ബാക്ടീരിയ ആവണത്. നോക്കൂ, ആദ്യത്തെ കൾച്ചറിൽ സെർട്ടൺ മ്യൂട്ടന്റ് വെറൈറ്റീസ് മേ ബി പ്രസന്റ്. പക്ഷെ ആന്റിബയോട്ടിക്സ് എന്ന ഒരു സെലക്റ്റീവ് പ്രഷർ വന്നപ്പോൾ ഈ മ്യൂട്ടന്റ് ഫോംസ് മാത്രം, ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് അലിയിലുള്ള മ്യൂട്ടന്റ് ഫോംസ് മാത്രം സർവൈവ് ചെയ്യപ്പെട്ടു. ആൻഡ് ദേ ആർ സെലക്റ്റഡ് and they are multiplied and develops into a new species as antibiotic resistant forms. അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ, സെലക്ഷൻ പ്രഷർ വരുമ്പോൾ ഏത് വേരിയന്റ് ഫോം ആണോ അവരുടെ കയ്യിലുള്ളത് ആ വേരിയന്റ് ഫോമുള്ള ആൾക്കാർ സെലക്ട് ചെയ്യപ്പെടും. അങ്ങനെയാണ് ഇവിടെ. അപ്പൊ ബെറ്റർ വേരിയന്റ് ഫോംസ് ആർ ബെറ്റർ സർവൈവ്ഡ് ആൻഡ് ബെറ്റർ സെലക്റ്റഡ്. അതാണ് ഡാർവിന്റെ തിയറി. അത് തന്നെയാണ് നമുക്ക് ഇൻഡസ്ട്രിയൽ മെലാനിസം ഈ കണ്ടീഷനിൽ നമുക്ക് കാണാൻ പറ്റുക. ആരാണോ ബെറ്റർ വേരിയന്റ് ഫോം അവര് സർവൈവ് ചെയ്തു. ഓക്കെ, ഇവര് ബെറ്റർ വേരിയന്റ് ഫോം, അപ്പോൾ അവർക്ക് ഹൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടില്. ദെൻ ഹൗ ഡസ് എവല്യൂഷൻ വർക്ക്, ഈ ഒരു കോൺസെപ്റ്റും കൂടി വെറുത്തൊന്ന് നോക്കിക്കോളൂ. 4 കാര്യങ്ങളെ കൊണ്ടാണ് ഒരു നാച്ചുറൽ സെലക്ഷൻ പ്രകൃതിയിൽ എപ്പോഴും നടക്കുന്നുണ്ടാവുക. അതിലൊന്ന് വേരിയേഷൻ. കാരണം പ്രകൃതിയിലെ എപ്പോഴും എന്തുണ്ടാവണം, വേരിയേഷൻ ഉണ്ടാവണം. എന്നാലാണ് ആ വേരിയന്റ് ഫോമിന് എപ്പോഴാ ചാൻസ് കിട്ടണേ അപ്പൊ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രല്ല ആ വേരിയന്റ് അലിയിൽ അതെന്ത് ചെയ്യും, തലമുറ കൈമാറ്റം ചെയ്തിട്ട് ആ വേരിയന്റ് ഫോം പ്രകൃതിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അപ്പൊ അത് ഇൻഹെറിറ്റ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യുക. എങ്ങനെയാണ് ഈ വേരിയന്റ് ഫോം, സെലക്ട് ചെയ്യപ്പെട്ട വേരിയന്റ് ഫോം അതിന്റെ മാക്സിമം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് പ്രൊഡ്യൂസ് ചെയ്ത് അവര് നേച്ചറിൽ ഒരു ന്യൂ സ്പീഷീസ് ആയി മാറണം. പക്ഷെ അതിന് സമയമെടുക്കും. ഇറ്റ്സ് എ ലോങ് പ്രോസസ്, എ ഗ്രാജുവൽ പ്രോസസ്.
അപ്പൊ ടൈമും ഒരു ഫാക്ടറാണ്. അപ്പൊ ഏതൊക്കെയാണ്? വേരിയേഷൻ, ഇൻഹെറിറ്റൻസ്, സെലക്ഷൻ ആൻഡ് ടൈം. നാച്ചുറൽ സെലക്ഷൻ അങ്ങനെയാണ് ഉണ്ടാവുക. അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഒരു തിയറി കൂടി നോക്കാം. അതാണ് മ്യൂട്ടേഷൻ തിയറി ബൈ ഹ്യൂഗോ ഡെവറിസ്. ഇദ്ദേഹം ഒരു പ്രൈം റോസ് 4 മണി ചെടികളിലാണ് അദ്ദേഹം ഈ ഒരു സഡൻ ജെനറ്റിക് ചേഞ്ച് ഇൻ ജെനറ്റിക് മേക്കപ്പ് കണ്ടെത്തിയത്. അപ്പം അദ്ദേഹം ആദ്യം അതിന് ഒരു മ്യൂട്ടന്റ് ഫോം ആണെന്നാണ് വിചാരിച്ചത്. പിന്നീടാണ് അതിന് വേറെ റീസൺ എന്നൊക്കെ പിന്നീടാണ് ആൾക്കാർക്ക് മനസ്സിലായത്. പക്ഷെ ഹ്യൂഗോ ഡെവറിസ് നോട്ടീസ് ചെയ്ത് കണ്ടെത്തിയത് മ്യൂട്ടേഷൻ എന്ന രീതിയിൽ എന്താണ് സഡൻ ചേഞ്ച് ഇൻ ജെനറ്റിക് മേക്കപ്പ് എന്നാണ് പറഞ്ഞത്. ആ ജെനറ്റിക് മേക്കപ്പ് കാരണമാണ് വേരിയേഷൻ ഉണ്ടാവണേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല അത്തരം സഡൻ ചേഞ്ച് ഇൻ ജെനറ്റിക് മേക്കപ്പ് occur as single step large mutation. സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ, വളരെ പെട്ടെന്ന് കുറേ അങ്ങോട്ട് ഉണ്ടാവുക. പിന്നെ കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കും, പിന്നെ കുറെ ജനറേഷൻസ് വലിയ മാറ്റം കുഴപ്പമുണ്ടാവില്ല, പിന്നെയും കുറെ കഴിയുമ്പോൾ വീണ്ടും പെട്ടെന്ന് അങ്ങോട്ട് മ്യൂട്ടേഷൻ ഉണ്ടാവുക. അങ്ങനെ ഒരു ജമ്പിങ്, സാൾട്ടേഷൻ മീൻസ് ജമ്പിങ്, വളരെ സ്പീഡിൽ ഒരു ന്യൂ ഫോംസ് ഇവോൾവ് ചെയ്യുക. അതിന് അദ്ദേഹം പറഞ്ഞു മ്യൂട്ടേഷൻ വഴി അങ്ങനെയാണ് എവല്യൂഷൻ നടന്നിട്ടുള്ളത് എന്ന്. അത് നമുക്ക് ആലോചിച്ചാൽ അറിയാം അങ്ങനെ ആവില്ല എന്ന്, അല്ലെ? ഒരു പ്രാവശ്യം ഉണ്ടായ കുറച്ച് ജീവികൾ ഉണ്ടായി, പിന്നെ കുറെ നാൾ അവർക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല, പിന്നെ വീണ്ടും മ്യൂട്ടേഷൻ നടന്നുണ്ടായി, വീണ്ടും മ്യൂട്ടേഷൻ നടന്നുണ്ടായി, അങ്ങനെ അങ്ങനെ നിർത്തി നിർത്തി മ്യൂട്ടേഷൻ നടക്കുക. ഓക്കെ, അതിനെയാണ് അദ്ദേഹം ഈ മ്യൂട്ടേഷൻ തിയറിയിൽ പറഞ്ഞത്. എന്നാൽ ഡാർവിൻ പറഞ്ഞാണ് എന്താ, കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡിറക്ഷനോട് കൂടിയിട്ട് അങ്ങനെയാണ് എവല്യൂഷൻ നടക്കണേന്നാണ് ഡാർവിൻ പറയുന്നത്. ഓക്കെ, ഡ്യൂറീസ് ആൻഡ് ഡാർവിൻസ് തിയറി. അപ്പൊ ഡ്യൂറീസിന്റെ തിയറി നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുക. മ്യൂട്ടേഷൻ തിയറി എന്നാണ് അതിന് വേറെ പേര് പറയാ. ദേ ആർ റാൻഡം ആൻഡ് ഡയറക്ഷൻലെസ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് തിയറി കൂടി പഠിക്കാം. ദ പോപ്പുലേഷൻ ജെനറ്റിക്സ്, ഹാർഡി ആൻഡ് വീൻബർഗ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.